വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാത്രമായി KSRTC സ്പെഷ്യൽ ട്രിപ്പുകൾ. വനിതകൾക്ക് മാർച്ച് 8-ന് കോഴിക്കോട് നഗരം ചുറ്റിക്കാണുവാനുള്ള സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 8 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് വെറും 200 രൂപ മാത്രമാണ് നിരക്ക്. പ്ലാനറ്റോറിയം, പഴശ്ശി മ്യൂസിയം, കുറ്റിച്ചിറപ്പള്ളി, കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ സ്ക്വയർ എന്നീ സ്ഥലങ്ങളാണ് പ്രധാനമായും സന്ദർശിക്കുക. കോതി ബീച്ച്, കണ്ണമ്പറമ്പ് ബീച്ച്, സൗത്ത് ബീച്ച്, വെള്ളയിൽ ബീച്ച്, വരക്കൽ ബീച്ച്, ബട്ട് റോഡ് ബീച്ച് എന്നിവിടങ്ങൾ കാണാനും യാത്രയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. അതേസമയം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് KSRTCയുടെ സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർത്ഥാടകരുടെ തിരക്കിനനുസരിച്ച് കിഴക്കേക്കോട്ടയിൽ നിന്നും ആറ്റുകാൽ ക്ഷേത്ര മൈതാനിയിലേക്കും തിരിച്ചും ഇടതടവില്ലാതെ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സർവീസുകളുടെ സുഗമമായ നടത്തിപ്പിനും അന്വേഷണങ്ങൾക്കുമായി KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ക്ഷേത്ര മൈതാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തുന്ന ഭക്തർക്ക് മാർച്ച് 11, 12, 13 തീയതികളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സർവീസ് നടത്തുന്നതിനായി 700ഓളം ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇനി മുതൽ എല്ലാ KSRTC ജീവനക്കാർക്കും 1-ാം തീയതി തന്നെ ശമ്പളം അക്കൗണ്ടിലെത്തും. ഈ മാസത്തെ ശമ്പളം നൽകി തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ സഹായത്തോടെയാണ് ശമ്പളം നൽകുകയെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പലതവണയായി 10,000 കോടി രൂപ ഇതുവരെ KSRTCക്ക് സർക്കാർ നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകാൻ 50 കോടി ഇനി മുതൽ സർക്കാർ നൽകും. SBIയിൽ നിന്ന് ഇതിനായി 100 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുത്ത 20 ദിവസത്തിനകം അടച്ചു തീർക്കും. സർക്കാർ 2 ഗഡുക്കളായി 50 കോടി തരുമ്പോഴാണ് പണം തിരിച്ചടയ്ക്കുക. പെൻഷനും കൃത്യമായി കൊടുക്കും. വരുമാനത്തിന്റെ 5% പെൻഷനായി മാറ്റിവെക്കും. 2 മാസത്തിനകം കൃത്യമായി പെൻഷൻ വിതരണവും സാധ്യമാകും. 1 വർഷത്തിനകം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ ധാരണയായി. KSRTCക്കുള്ള 148 അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു. ഇനി ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് മാത്രമാണുള്ളതെന്നും മന്ത്രി അറിയിച്ചു. PF ആനുകൂല്യങ്ങളും ഉടൻ നൽകാനാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം സുഖകരമായ യാത്രയ്ക്കായി സ്വിഫ്റ്റ് ബസ്സുകൾ മുഴുവൻ AC ആക്കാൻ KSRTC തീരുമാനിച്ചു. ഇന്ധനക്ഷമത കുറയ്ക്കാത്ത രീതിയിൽ ഡൈനാമോയിൽ പ്രവർത്തിക്കുന്ന AC സംവിധാനമാകും ഏർപ്പെടുത്തുക. അതിനാൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല. ചാലക്കുടിയിലെ ഹെവി കൂൾ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഒരു ബസ് AC ആക്കാൻ കഴിഞ്ഞയാഴ്ച കൈമാറി. ഇത് വിജയിച്ചാൽ മറ്റു ബസ്സുകളും ഘട്ടം ഘട്ടമായി AC ആക്കും. കാസർഗോഡ് ബന്തെടുക്ക റൂട്ടിൽ ഒരു സ്വകാര്യ ബസ് ഈ കമ്പനി ഘടിപ്പിച്ച ACയുമായി സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് KSRTCക്ക് പ്രചോദനമായത്. AC പ്രീമിയം ബസ്സുകളുടെ സ്വീകാര്യത പഠിക്കാൻ വിദഗ്ധരെ മന്ത്രി KB ഗണേഷ് കുമാർ നിയോഗിച്ചിരുന്നു. AC കംപ്രസർ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചായതിനാൽ സാധാരണഗതിയിൽ ഇന്ധനക്ഷമത കുറയും. പകരം ഡൈനാമോ ഉപയോഗിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച 24 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുകയും അതുകൊണ്ട് AC പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹെവി കൂൾ കമ്പനിയുടെ രീതി. അതിനാൽ ഡീസൽ ചിലവ് വർദ്ധിക്കില്ല. മൈലേജിന്റെ പ്രശ്നവും ഉണ്ടാകില്ല. കംപ്രസർ ബസിന്റെ മേൽത്തട്ടിലാണ് സ്ഥാപിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.